നമസ്കാരം, ഞാൻ ഡോക്ടർ രത്യ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലെ ആയുർവേദിക് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ കൂടുതലായി സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ കാലത്ത് പല സ്ത്രീകളിലും, പ്രത്യേകിച്ച് കൗമാരക്കാരായ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് പോളിസിസ്റ്റിക് ഓവറി അല്ലെങ്കിൽ PCOD. അണ്ടോൽപാദനം നടക്കുന്ന ഓവറികളിൽ ഉണ്ടാവുന്ന രോഗമാണിത്. വന്ധ്യതയ്ക്കുള്ളൊരു പ്രധാന കാരണമായി മാറുന്ന ഒരു രോഗമാണ് ഈ PCOD. ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഈ രോഗത്തിന് പ്രധാന കാരണമായി പറയുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങൾ ഈ PCOD ഉണ്ടാവുന്നതെന്നുള്ളത് ഒന്നും ആർക്കും ഇപ്പോഴും വ്യക്തമല്ല. പലരും ഇതിൻ്റെ ലക്ഷണങ്ങൾ അവഗണിച്ച് കളയാറാണ് പതിവ്. പക്ഷേ ഇത് അവഗണിച്ച് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ് ഈ PCOD. എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് കാണാവുന്നത്? കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ അറിയാലോ, കുട്ടികളൊക്കെ പുറത്തു നിന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതാണ്. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കുട്ടികളിപ്പോൾ അടിമയാണ്. അതെല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ പോളിസിസ്റ്റിക് ഓവറിക്ക്. ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനം പോളിസിസ്റ്റിക് ഓവറിക്കുള്ളൊരു പ്രധാന കാരണമാണ്. ഇൻസുലിൻ തോത് ശരീരത്തിൽ കൂടുതലാകുമ്പോൾ അണ്ഡാശയങ്ങൾക്ക് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പ്രേരണയാവുന്നു. ഇത് പോളിസിസ്റ്റിക് ഓവറിക്കുള്ള ഒരു പ്രധാന കാരണമാണ്. പോളി എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നിലധികം കുമിളകൾ ഓവറിയിൽ വരുന്നതാണ് ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ഡിസീസ് അല്ലെങ്കിൽ രോഗം. ഇതുകൊണ്ട് തന്നെ ഈ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുമ്പോഴാണ് ഈ പോളിസിസ്റ്റിക് ഓവറി കൂടുതലായിട്ട് വരുന്നത്. പിന്നീടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമുക്ക് വരാം. കാരണം അമ്മയ്ക്കോ അച്ഛൻ്റെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടെങ്കിലും അത് വരാം. അതാണ് ജനറ്റിക്കായിട്ട്, പാരമ്പര്യമായിട്ട് നമുക്ക് അങ്ങനെ വരാം. പിന്നീടുള്ള കാരണമാണ്, ഇന്നത്തെ ഒരു മെയിൻ കാരണമാണത്, വ്യായാമക്കുറവ്, അമിതവണ്ണം. ഇതൊക്കെ ഈ പോളിസിസ്റ്റിക് ഓവറി ഡിസീസിനുള്ള ഒരു കാരണമാണ്. പിന്നെ വരുന്ന കാരണങ്ങളിൽ ഒന്നാണ് ഹോർമോൺ പ്രശ്നങ്ങൾ. ഹോർമോൺ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഓവറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒന്നും ഈ അമിതവണ്ണവും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് വഴിയും തെറ്റായ ജീവിതശൈലി വഴിയും ഒക്കെ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരുന്നു. ആ കാരണം കൊണ്ടും ഈ പോളിസിസ്റ്റിക് ഓവറി വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ ബ്രോയിലർ കോഴികളുടെ ഉപയോഗം ഇപ്പോൾ വളരെയധികം കൂടിയിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഈ പോളിസിസ്റ്റിക് ഓവറി ഇപ്പോൾ മിക്ക കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. ഒരു 15 വയസ്സ് മുതലുള്ള കുട്ടികളിലൊക്കെയാണ് വളരെയധികം കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. ഇനി നമുക്ക് ഈ പോളിസിസ്റ്റ് ഓവറി അല്ലെങ്കിൽ PCOS എന്ന് പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരണം ഈ ലക്ഷണങ്ങൾ പലതും പല സ്ത്രീകളുണ്ടായാലും അവരത് ഗവനിക്കാതെ വിട്ടുകളയാറുണ്ട്. ആർത്തവ ചക്രത്തിലെ വ്യതിയാനങ്ങൾ, ആർത്തവ ക്രമക്കേട്, ആർത്തവം കൃത്യമായി വരാതിരിക്കുക, ഇടയ്ക്കിടെ വരിക, ബ്ലീഡിങ് കൂടുകയോ കുറയുകയോ ചെയ്യുക, ഇതെല്ലാം പോളിസിസ്റ്റിക് ഓവറിയുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ വയറ്, മുഖം, മുലക്കണ്ണ്, നെഞ്ച് എന്നിവിടങ്ങളിൽ രോമം വളരുക, ശോഷിച്ച മാറിടങ്ങൾ, യോനിക്കുള്ളിലെ ഭാഗങ്ങൾക്ക് വലിപ്പം വർദ്ധിക്കുക, വയറുവേദന, മുടി കുറയുക, കൊഴിയുക, പുരുഷന്മാരുടെ പോലെ കഷണ്ടി വരിക, അമിതവണ്ണം വന്നുകൊണ്ടിരിക്കുക, ശബ്ദത്തിന് ഘനം വർദ്ധിക്കുക, ചർമ്മത്തിൽ ഇരുണ്ട നിറത്തിലുള്ള പാടുകൾ വരിക, ഇതെല്ലാം ഈ പോളിസിസ്റ്റിക് ഓവറിക്കുള്ള ലക്ഷണങ്ങളാണ്. ഇവയെല്ലാം ചില സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷേ അതൊന്നും അവർ ഗവനിക്കാതെ വിട്ടുകളയുന്നു. ഭാവിയിൽ എന്തുണ്ടാവുന്നു? വന്ധ്യത പോലെയുള്ള രോഗങ്ങൾ, അമിതമായിട്ടുള്ള രക്തസ്രാവം വഴി HB കുറയുക, അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള കുറേ കണ്ടീഷനിലേക്കാണ് ഇത് പോകുന്നത്. എന്തൊക്കെയാണ് ഇതിന് പരിഹാരങ്ങളായിട്ട് നമുക്ക് ചെയ്യാവുന്നത്? ദിവസവും നന്നായി വ്യായാമം ചെയ്യുക, ഭക്ഷണത്തിൽ അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുക, പിന്നെ അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്, മൈദ തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കൂടുതലായിട്ട് നമ്മുടെ പഴയ ജീവിത ശൈലിയിലോട്ട് പോവുക. നല്ല പച്ചക്കറികളും കൂടുതൽ ദഹന പ്രക്രിയ നടക്കാവുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഈ PCOD സംബന്ധമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിലേക്ക് വിളിക്കുകയോ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുകയോ അതുവഴി പരിഹരിക്കാവുന്നതാണ്.
PCOD ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനുകൾ, പ്രോട്ടീനുകൾ ഇവയെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത് പ്രതിരോധശേഷി കൂട്ടുകയും ഹോർമോൺ പ്രവർത്തനത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ കാലറി ഏറെയുള്ള പ്രഭാത ഭക്ഷണവും കാലറി ഒട്ടുമില്ലാത്ത അത്താഴവും ശീലിക്കുന്നത് PCODക്ക് പരിഹാരം കാണാനും കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. PCOD പ്രശ്നമുള്ളവർ റെഡ് മീറ്റ്, അതായത് ചിക്കൻ, ബീഫ്, മട്ടൻ ഇവയെല്ലാം പരമാവധി ഒഴിവാക്കുക. കാരണം ഇവ കഴിക്കുന്നത് വന്ധ്യതയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ആണ് വിദഗ്ധർ പറയുന്നത്.